നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആരവല്ലി പർവ്വതനിരകളെ കുറിച്ചാണ്. ഏകദേശം 4 സംസ്ഥാനങ്ങൾ, അതായത് ഏകദേശം 690 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളാണ് ആരവല്ലി പർവ്വതനിരകൾ എന്നത്. ഈ ആരവല്ലി പർവ്വതനിരകളുടെ ഭൂപ്രകൃതിയും വർഷങ്ങളായി നിലനിർത്തുന്ന ഖനനവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ കുറിച്ചും ഇതിനെ തുടർന്നുണ്ടായ കോടതി വിധികളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഏകദേശം 2.5 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള പർവ്വതനിരകളാണ് ആരവല്ലി പർവ്വതനിരകൾ എന്നത്. ഗുജറാത്ത് മുതൽ ഡൽഹി വരെ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 690 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരകളാണിത്. ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളായ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നീ 4 സംസ്ഥാനങ്ങളെയും താർ മരുഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന ഒരു തടയണ പോലെ നിൽക്കുന്ന ഒരു പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര എന്നത്. പലപ്പോഴും ഈ ആരവല്ലി പർവ്വതനിര താർ മരുഭൂമിയിൽ നിന്നും ഒരു തടയണ പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ 4 സംസ്ഥാനങ്ങൾക്കും ഇപ്പോഴും ജൈവവൈവിധ്യം നിലനിൽക്കുന്നതിന് കാരണമെന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജൈവവൈവിധ്യം ഇപ്പോഴും നിലനിർത്തുന്നതും വളരെ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭൂപ്രദേശവും കൂടിയാണ് ആരവല്ലി പർവ്വതനിര എന്നത്. ചിലപ്പോൾ ആരവല്ലി പർവ്വതനിരകൾ ഇല്ലായിരുന്നെങ്കിൽ തന്നെ ഈ 4 സംസ്ഥാനങ്ങളും ഈ താർ മരുഭൂമിയുടെ ഒരു ഭാഗമായി മാറിയേനെ എന്നതും നമുക്ക് കാണേണ്ടതുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഏകദേശം 4 സംസ്ഥാനങ്ങളോളം, അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നീ 4 സംസ്ഥാനങ്ങളോളം ഏകദേശം 692 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പർവ്വതനിരയാണ് ഈ ആരവല്ലി പർവ്വതനിരകൾ എന്നത്. ഇതിൽ ഏകദേശം 80 മുതൽ 85% വരെ ആരവല്ലി പർവ്വതനിരകൾ വരുന്നത് രാജസ്ഥാനിലാണ്. ബാക്കി 3 സംസ്ഥാനങ്ങളിലും വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ആരവല്ലി പർവ്വതനിരകൾ വരുന്നുള്ളൂ എന്നതാണ്. ഇതിലെ ഏറ്റവും കുറവ് ആരവല്ലി പർവ്വതനിരകൾ വരുന്നത് ഡൽഹിയിലാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആരവല്ലി പർവ്വതനിരകളുടെ ഭൂപ്രകൃതിയെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരവല്ലി പർവ്വതനിരകൾ വർഷങ്ങളോളം നീണ്ടുവരുന്ന ഖനനത്തെ കുറിച്ചും ഇതുമൂലമുണ്ടാകുന്ന പ്രക്ഷോഭങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇനി അടുത്തതായി പറയാൻ പോകുന്നത്. ഏതാണ്ട് 1980 മുതൽ തന്നെ നിയമപരമായും നിയമവിരുദ്ധമായും ഏകദേശം 28,000-ഓളം ഖനന പ്രക്രിയകൾ ഈ ആരവല്ലി ഭൂപ്രദേശത്ത് നടന്നിട്ടുണ്ട് എന്നതാണ്. ഈ ആരവല്ലി പർവ്വതനിരകളിൽ ഖനനം വ്യാപകമായതോടുകൂടി TBS തരുൺ ഭാരത് സംഘടന എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ഇതിനെതിരെ ചോദ്യം ചെയ്യുകയും നിയമപരമായും നിയമപരമല്ലാത്തതുമായ ഖനനത്തെ 1980-കളിൽ തന്നെ ഇതിന് വലിയൊരു മൂവ്മെന്റ് സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നതാണ്. ഇവിടെ TBS അല്ലെങ്കിൽ തരുൺ ഭാരത് സംഘ എന്ന ഓർഗനൈസേഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഈ ആരവല്ലി പ്രദേശങ്ങളിൽ വളരെ വലിയ രീതിയിൽ നിയമപരമായും നിയമപരമല്ലാതെയും ഖനനം നടക്കുന്നുണ്ട് എന്നതാണ്. ഇങ്ങനെ വലിയ രീതിയിൽ ഖനനം നടക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും പർവ്വതനിരകൾ ഇല്ലാതാകുകയും ഈ കാടുകളും ജൈവ വൈവിധ്യം തന്നെ നശിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ TBS അല്ലെങ്കിൽ തരുൺ ഭാരത് സംഘ എന്ന ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചത്. ഇവിടെ 1990-കളിലാണ് രാജസ്ഥാനിലെ സരിസ്ക, അതായത് ആരവല്ലി ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട ടൈഗർ റിസർവും അതുപോലെ തന്നെ നാഷണൽ പാർക്കുകളുമുള്ള സരിസ്കയിലേക്ക് ഈ TBS അതായത് തരുൺ ഭാരത് സംഘ് എന്ന ഓർഗനൈസേഷൻ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. ഇതിനെതിരെ 1990-കളിൽ തന്നെ തരുൺ ഭാരത് സംഘ് എന്ന ഓർഗനൈസേഷൻ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ്. ഇതാണ് തരുൺ ഭാരത് സംഘ് വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നത്. ഈ പെറ്റീഷനെ തുടർന്ന് 1992 മെയ് 7-ന് സുപ്രീം കോടതി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് ഈ ആരവല്ലി പർവ്വതനിരകളുടെ ഭൂപ്രദേശത്ത് നടക്കുന്ന ഖനനങ്ങളെ വളരെ വലിയ രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. ഈ സുപ്രീം കോടതി നോട്ടിഫിക്കേഷൻ പ്രധാനമായും പറയുന്നത് ഈ ആരവല്ലി ഭൂപ്രദേശങ്ങളിൽ പുതുതായി ഖനനം ചെയ്യുന്നവർ നിർബന്ധമായും സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി മാത്രമേ ഖനനം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. അതുപോലെ തന്നെ ഈ ആരവല്ലി ഭൂപ്രദേശങ്ങളിൽ ഖനനം ചെയ്തുകൊണ്ടിരുന്നവർ നിർബന്ധമായും അവരുടെ ലൈസൻസ് റിന്യൂവൽ ചെയ്യണമെന്നാണ് കോടതി നോട്ടിഫിക്കേഷനിലൂടെ നിർദ്ദേശിച്ചത്. തുടർന്ന് 1993 ഒക്ടോബർ 2-ന് ഈ തരുൺ ഭാരത് സംഘ് എന്ന ഓർഗനൈസേഷൻ ഗുജറാത്തിലെ ഹിമവന്ത് നഗർ മുതൽ ഡൽഹി വരെ ഈ ആരവല്ലി ഭൂപ്രദേശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആരവല്ലി ചേതനയാത്ര എന്ന പേരിൽ ഒരു ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 1992 മുതൽ 2002 വരെയും നിയമപരമായും നിയമപരമല്ലാത്തതുമായ പല ഖനന പ്രവർത്തനങ്ങളും ഈ ആരവല്ലി ഭൂപ്രദേശങ്ങളിൽ നടക്കുകയും ചെയ്തു എന്നതാണ്. തുടർന്ന് 2002-ൽ സെൻട്രൽ എംപ്ലോയ്ഡ് കമ്മിറ്റി ഈ ആരവല്ലി ഭൂപ്രദേശത്തിൽ മൈനിങ് മൂലമുള്ള നാശങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തുകയും ചെയ്തു. ഈ പഠനത്തെ തുടർന്ന് 2002 ഒക്ടോബറിൽ തന്നെ സുപ്രീം കോടതി ഈ ആരവല്ലി ഭൂപ്രദേശങ്ങളിൽ നടന്ന മൈനിങ്ങുകൾ നിർത്തിവെക്കാനും ഇത് നിരോധിക്കുകയും ചെയ്തു. 2002-ലെ സെൻട്രൽ എംപ്ലോയ്ഡ് കമ്മിറ്റിയുടെ പഠനത്തിൽ പറയുന്നത് ഈ രാജസ്ഥാൻ, ഹരിയാന എന്നീ പ്രദേശങ്ങളിലെ ആരവല്ലി പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ രീതിയിൽ ഖനനം നടത്തുകയും അവിടുത്തെ കാടുകൾ നശിക്കപ്പെടുകയും അതുപോലെ തന്നെ അവിടുത്തെ ജൈവ വൈവിധ്യം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് 2002-ൽ സുപ്രീം കോടതി ഈ ആരവല്ലി പ്രദേശങ്ങളിലെ മൈനിങ്ങുകളെല്ലാം നിർത്തിവെക്കാനും ഇത് നിരോധിക്കുകയും ചെയ്തതിന് കാരണമുണ്ട്. MC മെഹ്ത്ത എന്ന ഒരു അഭിഭാഷകനും എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റുമായ ഒരാൾ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ MC മെഹ്ത്ത എന്നൊരു അഭിഭാഷകനാണ്, അതുപോലെ തന്നെ ഒരു എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റുമാണ്. ഗ്രീൻ അവഞ്ചർ ഓഫ് ഇന്ത്യ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. പ്രധാനമായും 2002-ലെ സുപ്രീം കോടതിയുടെ ബാനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ എന്നോണമെന്നാണ് MC മെഹ്ത്ത കേസ് ഫയൽ ചെയ്യുന്നത്. ഇവിടെ ഇദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് ഇവിടെ നിരോധനം എന്നത് ഇവിടെ ഖനനം നടത്താൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടിയിട്ടുള്ളവർക്കാണോ
അതോ നിയമപരമല്ലാതെ ഇല്ലീഗലായി ഇവിടെ ഖനനം നടത്തുന്നവർക്കാണോ എന്നതാണ്. തുടർന്ന് 2002 ഒക്ടോബർ 16 സുപ്രീം കോടതി ഈ നിരോധനം എന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി ഉള്ളവർക്ക് മാത്രമേ ഇവിടെ നിയന്ത്രണ വിധേയമായി ഈ ആരവല്ലി ഭൂപ്രദേശങ്ങളിൽ ഖനനം നടത്താൻ പാടുള്ളൂ എന്നും ഇവിടെ നിയമപരമല്ലാത്ത ഖനനം അനുവദിക്കാൻ പാടില്ല എന്നും നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് 2006 ജനുവരി 9 രാജസ്ഥാൻ അവരുടെ മൈനിങ് റെഗുലേഷനിൽ 100 മീറ്റർ ഹൈറ്റ് എന്നൊരു റൂൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ രാജസ്ഥാന്റെ മൈനിങ് റെഗുലേഷനിലുള്ള 100 മീറ്റർ ഹൈറ്റ് റൂൾ എന്ന് പറയുന്നത് 100 മീറ്റർ ഹൈറ്റിന് മുകളിലോട്ടുള്ള പർവ്വതനിരകൾ സംരക്ഷിക്കപ്പെടണമെന്നും അവിടെ മൈനിങ് നിരോധിക്കണമെന്നും, എന്നാൽ 100 മീറ്ററിൽ താഴെയുള്ള പർവ്വതനിരകൾ നിയന്ത്രണ വിധേയമായ തന്നെ മൈനിങ് ആകാമെന്നുമാണ് രാജസ്ഥാന്റെ മൈനിങ് റെഗുലേഷനിൽ പറയുന്നത്. തുടർന്ന് മെയ് 2009 CEC അതായത് സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി നടത്തിയ പഠനത്തിൽ ഹരിയാനയിലും രാജസ്ഥാനിലും ഏകദേശം 100ഓളം നിയമപരമല്ലാത്ത അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള മൈനിങ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്നും ഇതുമൂലം ആരവല്ലി ഭൂപ്രദേശങ്ങളിലെ ജൈവവൈവിധ്യം തടസ്സപ്പെടുന്നുവെന്നും എന്തിന് ഭൂപ്രദേശങ്ങൾ തന്നെ ഇല്ലാതാകുന്നു എന്നും CEC സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്തു. ഇതിൽ ഫോറസ്റ്റ് സർവേ കണ്ടെത്തിയ പഠനത്തിൽ 1986 മുതൽ 2006 വരെ ഏകദേശം 40 മുതൽ 45% വരെ ആരവല്ലി ഭൂപ്രദേശങ്ങൾ ഇല്ലാതായെന്നാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത്. ഈ സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ചുകൊണ്ട് തന്നെ ഹരിയാനയിലെ ഈ ആരവല്ലി ഭൂപ്രദേശത്ത് നടക്കുന്ന എല്ലാ മൈനിങ്ങുകളും നിർത്തിവെക്കണമെന്ന് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ കോടതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് MC മേധാവാസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ 2022 2025 കോടതി നിർദ്ദേശിച്ചത് വയലേറ്റ് ചെയ്തു എന്നത് കണ്ട് ഹരിയാനയിലെ എല്ലാ മൈനിങ്ങുകളും നിരോധിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഉണ്ടെന്ന സാറ്റലൈറ്റിലെ മാർക്കിംഗ് ഉപയോഗിച്ച് 2010 സുപ്രീം കോടതി രാജസ്ഥാനിലെ 100 മീറ്റർ ഹൈറ്റ് റൂൾ എന്നത് റിജക്ട് ചെയ്യുകയും ചെയ്തു. തുടർന്ന് 2018 ഒക്ടോബറിൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയുടെ പഠനത്തെ റെഫർ ചെയ്ത് സുപ്രീം കോടതി പറഞ്ഞത് ഏകദേശം 31ഓളം ആരവല്ലി പർവ്വതനിരകൾ രാജസ്ഥാനിൽ നിന്നും ഇല്ലീഗൽ മൈനിങ് മൂലം അപ്രത്യക്ഷമായി എന്നതാണ്. മെയ് 9 2024 സുപ്രീം കോടതി പറഞ്ഞത് ഈ ആരവല്ലി ഭൂപ്രദേശങ്ങളെ പറ്റി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത് വരെ ഇവിടെ ലീഗൽ മൈനിങ് പാടില്ല എന്നതാണ്. തുടർന്ന് മെയ് 9 2024 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 2025 നവംബർ 20 സെൻട്രൽ എൻവയോൺമെന്റൽ മിനിസ്ട്രി കമ്മിറ്റി പ്രൊപ്പോസ് ചെയ്ത 100 മീറ്റർ ഹൈറ്റ് റൂൾ എന്നത് സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. 2025 ഡിസംബർ 15 സേവ് ആരവല്ലി എന്ന ക്യാമ്പയിൻ ഇന്ത്യയിൽ ഉടനീളം ആരംഭിക്കുകയും ഇതേ തുടർന്ന് സെൻട്രൽ ഗവൺമെന്റ് രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഖനനം ഒരു ശാസ്ത്രീയപരമായ പഠനം വരുന്നത് വരെ നിരോധിക്കുകയും ചെയ്തു. ഇവിടെ രാജസ്ഥാന്റെ ഡേറ്റ അനുസരിച്ച് 100 മീറ്ററിന് മുകളിലോട്ടുള്ള പർവ്വതനിരകൾ എന്നത് ഏകദേശം 8.7% മാത്രമേ ഉള്ളൂ എന്നതാണ്. ബാക്കി 91.3% എന്നത് 100 മീറ്ററിന് താഴെയുള്ളവയാണ്. അത് മാത്രമല്ല സാറ്റലൈറ്റ് ഇമേജുകൾ തെളിയിക്കുന്നത് വളരെ വലിയ രീതിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള മൈനിങ് അവിടെ നടന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് ആരവല്ലി ഭൂപ്രദേശങ്ങളിൽ നടക്കുന്ന നിയമപരമായും നിയമപരമല്ലാതെയും നടക്കുന്ന ഖനന പ്രക്രിയകൾ എങ്ങനെയാണ് അവിടുത്തെ ജൈവ വൈവിധ്യത്തെയും എങ്ങനെയാണ് ആ ഭൂപ്രദേശങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നതിനേക്കും വഴിവെച്ചത് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കായി വരുന്നത്